അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. PM ശ്രീയുടെ വസ്തുത എന്താണ്? അറിയാത്തവർ അറിയണം, അറിയുന്നവർ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇതൊരു നിസ്സാര വിഷയമായിട്ട് ആരും കണ്ടുകൂടാ. വരും കാലഘട്ടത്തിൽ വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാൻ കാരണമായി തീരും. ഓരോ മലയാളിയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നതിനാൽ ആശയക്കുഴപ്പം നമുക്കൊക്കെ സ്വാഭാവികമാണ്. ഒരു പാർട്ടി ഭരിക്കുമ്പോൾ അവർ എല്ലാം അനുകൂലമായി പറയും, ഭരിക്കാത്ത പാർട്ടി അതിനെ എതിർക്കും. നമുക്കിതിൻ്റെ വസ്തുത അറിയണ്ടേ? ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണ്ടേ? 2025 കേരളത്തിലെ LDF സർക്കാർ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട MOU കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. പിന്നീട് അതിനെതിരെ LDF സർക്കാർ വിമർശനം അതിൽ കൂടുതൽ വന്നപ്പോൾ കരാർ പിൻവലിക്കണമെന്ന് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. എന്നാൽ MOU ഒപ്പുവെച്ച ശേഷം കേരളത്തിന് ഏകപക്ഷീയമായി പൂർണ്ണമായി പിന്മാറാൻ സാധിക്കില്ലെന്നും ഇരുകൂട്ടരും സമ്മതം വേണമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. അന്ന് ഭരിക്കാതിരുന്ന ഭരണരംഗത്തില്ലാത്ത UDF സർക്കാർ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. തോട്ടിലെറിയും, കച്ചറയിലെറിയും എന്നൊക്കെ പറഞ്ഞ് വളരെ ഗൗരവമായിട്ട്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും വിജയിച്ച് വോട്ട് കിട്ടലാണ് ആവശ്യം, അല്ലാതെ PM ശ്രീയോട് വിഷമിച്ചിട്ടൊന്നുമല്ല. ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF സർക്കാർ അതെന്താക്കി? LDF സർക്കാർ അന്ന് ഒപ്പുവെച്ചത് ഇപ്പോൾ അവരതിൽ നിന്ന് പിന്മാറി എന്ന് അന്ന് റിപ്പോർട്ടൊക്കെ വന്നിരുന്നല്ലോ, എല്ലാവരും കണ്ടതാണല്ലോ. പക്ഷെ പിന്നീട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി സതീശൻ അത് ഒപ്പുവെച്ചു എന്ന് പറയുമ്പോൾ മുമ്പ് ഒപ്പുവെച്ചത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന കാപട്യമാണ്. എന്താണ് PM ശ്രീ എന്ന പദ്ധതി? ഇപ്പോഴത്തെ UDF സർക്കാർ പറയുന്നത് മുൻ സർക്കാർ ഒപ്പുവെച്ച കരാറും അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉള്ളതിനാൽ പദ്ധതി പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ്. ഇതൊക്കെ വളഞ്ഞു തിരിയാണ്. കാരണം അധികാരം കിട്ടാൻ വേണ്ടി അങ്ങും ഇങ്ങും രണ്ടിനെയും കുറ്റപ്പെടുത്തണം. LDF സർക്കാർ ആയാലും UDF സർക്കാർ ആയാലും പരസ്പരം ചേരിതിരിഞ്ഞ് രാഷ്ട്രീയ വൈരാഗ്യം എന്നല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷയത്തിൽ ഇവരൊക്കെ ഒന്നാണ്. വർഗീയവാദികളുമായി അണ്ടർഡീൽ ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. സത്യത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് RSS ആണോ? ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP ആണോ? പുറത്ത് ചില കാര്യത്തിലൊക്കെ RSSനെ എതിർക്കും രണ്ട് പാർട്ടിയും. പക്ഷെ അന്തർധാര നാടകം നന്നായി നടക്കുന്നുണ്ട്. ഇത് ചില്ലറയായിട്ട് കാണേണ്ട കാര്യമല്ല. ഈ PM ശ്രീ പദ്ധതി വന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണ് നടപ്പാക്കുക. സ്കൂള് ക്ലാസ് റൂമുകളൊക്കെ ഉഷാറായി പഠനരംഗത്ത് പുതിയ രംഗത്ത് വരുമ്പോൾ മുസ്ലിം കുട്ടികൾ തൊപ്പിയിടുന്നതിന് അല്ലെങ്കിൽ തട്ടമിടുന്നതിനൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ നിയമമായി വരിക. പാഠ്യപദ്ധതിയിൽ മഹാത്മജി അതുപോലെ നെഹ്റുജി തുടങ്ങിയ നമ്മുടെ കഴിഞ്ഞകാല രാഷ്ട്ര നേതാക്കളൊക്കെ മാറ്റിയിട്ട് മറ്റുള്ള പുതിയ പുതിയ പാഠ്യപദ്ധതികൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിനെ വികലമാക്കുന്ന ചരിത്രങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ എതിർക്കാൻ ഇവിടുത്തെ ഒരൊറ്റ പാർട്ടിക്കും കഴിയില്ല, ഒരു സർക്കാരിനും കഴിയില്ല. കാരണം ഒപ്പുവെച്ച് അങ്ങ് മാറിയാൽ പിന്നീട് മിണ്ടാൻ കഴിയില്ല. ചുരുക്കി പറഞ്ഞാൽ MOU ഒപ്പുവെച്ചതിന് സത്യമാണ്, പിന്നീട് പിൻവലിക്കാൻ ശ്രമിച്ചതും സത്യമാണ്. എന്നാൽ ആ കരാറിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോയോ എന്നാണ് രാഷ്ട്രീയ നിയമപരമായ തർക്കവിഷയം.
ഇത് സത്യത്തിൽ ജനാധിപത്യ വിശ്വാസികളെ വല്ലാതെ വിഷമിപ്പിക്കും. വർഗീയ പാർട്ടികൾക്ക് വളരെ സന്തോഷമാണ്. ജനാധിപത്യ പാർട്ടികളായ കോൺഗ്രസ്, ലീഗ്, മാർക്സിസ്റ്റ് തുടങ്ങിയ BJP, RSS അവര് വർഗീയ കക്ഷികളാണ്. വർഗീയത മാത്രം പ്രചരിപ്പിച്ച് അതിൽ നിന്ന് വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അവർ. ഈ പാർട്ടികൾക്കൊക്കെ ഇവരുടെയൊക്കെ അനുയായികളായ സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾ, വിശിഷ്യ മുസ്ലിങ്ങൾ, ഇവർക്ക് നല്ലൊരു പാരയായിട്ട് വരും ഈ PM ശ്രീ എന്ന പദ്ധതി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിഷയങ്ങളൊക്കെ അപ്പടി സ്വീകരിക്കേണ്ടി വരും. അത് മാറ്റാനൊന്നും കഴിയില്ല. അപ്പം നമ്മൾ കുറേ സമരവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല. ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ഒഴിവാക്കിയിട്ട് മനുസ്മൃതി ഭരണഘടനയാക്കണമെന്ന് പറയുന്ന അതേ അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പഠിച്ചുയരുകയാണ്, ആ വഴിയിലേക്ക്. എന്നുവെച്ചാൽ വരും കാലഘട്ടത്തിൽ നമ്മുടെ മക്കളൊക്കെ വർഗീയവാദികളുടെ വാക്കുകൾ കേട്ടിട്ടാണ് വളരുക. എന്ന് വെച്ചാൽ ഇവിടെ കംപ്ലീറ്റ് ഇന്ത്യ രാജ്യത്ത് വർഗീയവാദികൾ ഭരിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ രഹസ്യമായി അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു, നാളെ അവർ പരസ്യമായി ഭരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. എല്ലാ പാർട്ടികളെയും അന്തർധാര ഇവരുമായി കണക്ട് ചെയ്തുകൊണ്ടാണ്. നിസ്സാരമായിട്ട് ഇത് കണ്ടുകൂടാ. ഇതിലെന്തിനാണ് നമ്മളെ ഇടപെടുന്ന വെച്ചാൽ നമ്മളെ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയമാണ്. അവർണ സവർണ വിവേചനം ഇതൊക്കെ ഇതിൽ ബാധിക്കും. കുട്ടികളുടെ പഠനരംഗത്ത് ഇല്ലാത്ത ചരിത്രങ്ങൾ കുത്തിക്കയറ്റി ചരിത്രത്തെ വികലമാക്കാൻ സാധിക്കും. കേന്ദ്രം എന്തു പറയുന്നു അത് സ്വീകരിക്കല്ലാതെ ഇവർക്ക് പരിഹാരമില്ല. ഇതൊന്നും അറിയാത്തതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിമാർക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല. അവർക്ക് ലക്ഷ്യം ഈ തെരഞ്ഞെടുപ്പ്, ഈ ഭരണം നിലനിർത്തലാണ്. എങ്ങനെങ്കിലും അധികാര കസേര വേണം. നമ്മുടെ ഷാജി സാഹിബ് പരസ്യമായി അതിനെ കർശനമായി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ വല്ലാതെ സന്തോഷിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെ വരികയാണെങ്കിൽ നല്ലതല്ലേ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ വിഷയം മാറ്റി. പ്രിയങ്കരനായ ഷംസുദ്ദീൻ മന്ത്രിയായപ്പോൾ അന്ന് പറഞ്ഞതല്ല ഇപ്പോൾ പറയണത്. ഉരുണ്ട് കളിക്കുകയാണ് എല്ലാവരും. അവർക്കറിയാം, അവരുടെ ഉള്ളിലുണ്ട് ഇത് ശരിയല്ല എന്ന്. പക്ഷെ ഭരണം നിലനിർത്തണമല്ലോ, അതാണ് ആവശ്യം. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് മന്ത്രിയായതല്ലേ, മാറ്റാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് വിഷയങ്ങൾ പറയാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാണ്, ഇത് നിസ്സാരമായിട്ട് കാണേണ്ടതല്ല. ഇത് ഗൗരവത്തോടു കൂടെ തന്നെ പരിഹരിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ തന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മൾ കുറേ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ എന്താണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അതിനെ എതിർക്കും. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി അതിനെ അനുകൂലിക്കും. ഇനിയിപ്പോൾ എന്ത് തന്നെയായാലും ശരി, RSSന് അനുകൂലമായാലും ശരി, പ്രതികൂലമായാലും ശരി, അനുകൂലമായാലും UDF സർക്കാർ അതിനെങ്ങനെങ്കിലും, അതിനോട് ബന്ധപ്പെട്ട ആൾക്കാർ അതിനെ ന്യായീകരിച്ചിട്ട് എങ്ങനെയെങ്കിലും മെഴുപ്പിക്കാൻ നോക്കും. ഭരണപക്ഷത്തില്ലാത്ത പാർട്ടി അതിനെ എതിർത്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമുക്ക് ഈ ഇരട്ടത്താപ്പ് നയങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ട്, നമ്മുടെ നാട് ജനാധിപത്യ നാടാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്ത് പദ്ധതിയാണെങ്കിലും അതിനെ കേരളത്തിലുള്ള ഓരോരുത്തരും ജാതിമത ഭേദമന്യേ എതിർക്കപ്പെടേണ്ട ഒരു വിഷയമാണത്. കാരണം വന്നതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. മുളയിലെ നുള്ളിക്കളയാതെ ഈ ഒരു പോക്ക് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നല്ലത് തിരിച്ചറിയാൻ കഴിയണം. ഏത് പാർട്ടിയാണെങ്കിലും നല്ലത് ചെയ്താൽ നല്ലതാണെന്ന് പറയാൻ സ്വന്തം കാലിൽ നിൽക്കണം. ചീത്ത ചെയ്താൽ ഏത് പാർട്ടിയാണെങ്കിലും ചെയ്ത് തെറ്റാണെന്ന് പറയാൻ സ്വന്തം കാലിൽ നിൽക്കണം. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അടുക്കളപ്പുഴുവായി മാറിയാൽ നമ്മൾ ബ്രെയിനുകളൊക്കെ അവർക്ക് കൊടുത്താൽ പിന്നെ അവർ പറയുന്നത് തന്നെ റാൻമോളി ജീവിക്കേണ്ടി വരും. നമുക്ക് ആവശ്യം ഇന്ത്യ രാജ്യത്ത് സമാധാനമാണ്.
കേരളത്തിൽ സമാധാനം മറ്റെല്ലാ ജില്ലകളെക്കാൾ മറ്റെല്ലാ സ്റ്റേറ്റുകളെക്കാൾ കേരളത്തിൽ അൽഹംദുലില്ലാ സമാധാനത്തിന് അന്തരീക്ഷമാണ്. കുറച്ച് വർഗീയ വിഘടനവാദികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ജനാധിപത്യത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർ ഒറ്റക്കെട്ടാണ്. അതേത് പാർട്ടിയായാലും, കോൺഗ്രസ്സിലായാലും മാർക്സിസ്റ്റിലായാലും എല്ലാം ഒറ്റക്കെട്ടാണ് ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്ന കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ വർഗീയവാദികൾക്ക് വല്ലാതെ വികസിക്കാൻ കഴിയുന്നില്ല. അവർ രാഷ്ട്രീയ പാർട്ടികൾ, ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളുമായി അന്തർധാര ഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയണത് മനസ്സിലാക്കാൻ കഴിയണം, ചിന്തിക്കാൻ കഴിയണം. ആക്ഷേപിക്കലല്ല നമുക്ക് ആവശ്യം. കേൾക്കുമ്പോഴേക്ക് എന്നെ കുറേ ആക്ഷേപിക്കലല്ല ആവശ്യം. ഇത് യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് മനസ്സിലാക്കി അതിനെതിരെ ഒറ്റക്കെട്ടായി മുന്നേറി നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കാൻ ശ്രമിക്കണം. അതിന് നമുക്കൊക്കെ കഴിയണം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.